മരം വെട്ടുകാരാ, ഇതിൽ ഏതാണ് നിന്റെ കോടാലി? ഈ സ്വർണ്ണ കോടാലിയാണോ? അല്ല, ദാ ആ ഇരുമ്പ് കോടാലിയാണ് എന്റേത്. കൊള്ളാം. സത്യസന്ധനായി നിനക്ക് ജീവിതത്തിൽ എന്നും വിജയമുണ്ടാകും. ഈ 3 കോടാലികളും ഇനി മുതൽ നിന്റേതാണ്. ദാ വാങ്ങിക്കോളൂ. രക്ഷപ്പെട്ടു. ഈ സ്വർണ്ണ കോടാലിയും വെള്ളിക്കോടാലിയും വിറ്റ ധാരാളം പണം കിട്ടും. കുറേ കൃഷി സ്ഥലങ്ങൾ വാങ്ങണം. അവനങ്ങനെ വളരെ പെട്ടെന്ന് ഒരു ധനികനായി തീർന്നു. ഇത് കണ്ടപ്പോ പുങ്കന്റെ കൂട്ടുകാരനായ തങ്കൻ പുങ്കന്റെ അടുത്തെത്തി കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഉടനെ അവിടെ എത്തണം. ഹായ് ഹായ്, സ്വർണ്ണക്കോടാലി ഡുണ്ടുണ്ടുണ്ടുണ്ടോ, വെള്ളിക്കോടാലി ഡുണ്ടുണ്ടുണ്ടുണ്ടോ. ഹായ് ഹായ്. ഇത് തന്നെയാവും സ്ഥലം. മരം വെട്ടി സമയം കളയാതെ കോടാലി വേഗം വെള്ളത്തിലെറിയാം. അയ്യോ, എന്റെ കോടാലി വെള്ളത്തിൽ വീണേ, സഹായിക്കണേ, അയ്യോ. ഹായ്, രക്ഷപ്പെട്ടു. സ്വർണ്ണ കോടാലി ഇന്ന് തന്നെ വിൽക്കണം. മരം വെട്ടുകാരാ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അയ്യോ, എന്റെ കോടാലി വെള്ളത്തിൽ വീണു, എന്നെ സഹായിക്കണേ. ഇതിലേതാണ് നിന്റെ കോടാലി? വേഗം പറയൂ. ആ സ്വർണ്ണ കോടാലിയില്ലേ, അതാണ് എന്റെ കോടാലി. വേഗം തന്നാട്ടെ. നുണയാ, അത്യാഗ്രഹിയായ നീ എന്നെ പറ്റിക്കാൻ നോക്കുന്നു. കള്ളം പറഞ്ഞതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടണം. ഈ 3 കോടാലിയും നിനക്കിനി കിട്ടില്ല. അയ്യോ, നുണ പറഞ്ഞതുകൊണ്ട് എന്റെ സ്വന്തം കോടാലിയും പോയല്ലോ. കഷ്ടം. കേട്ടല്ലോ ഉണ്ണിക്കുട്ട, ഇനി നീ കള്ളം പറയുമോ? അയ്യോ ഇല്ല ചേച്ചി, ഞാൻ ഇനി ഒരിക്കലും കള്ളം പറയില്ല. കൊള്ളാം ഉണ്ണിക്കുട്ട, നീ മിടുക്കൻ തന്നെ. കുട്ടിക്കഥകളും പാട്ടുകളും പൊട്ടിച്ചിരിയുടെ പൊടിപ്പൂരം. Origa, College of Media Studies. Origa, College of Media Studies, Goodshed Road, Talasheri. Paramount Tower near Second Railway Gate, City Stand, Calicut 1. Origa, College of Media Studies. Learn multimedia the way the world does. കുട്ടിക്കഥകളും പാട്ടുകളും പൊട്ടിച്ചിരിയുടെ പൊടിപ്പൂരം. യമു ചേച്ചി, എന്തുമാത്രം കിളിക്കൂടുകളാ. ഇതേത് കിളിയാ? ഇതാണ് ആറ്റക്കിളി. ഇവർക്ക് എന്തു സുഖമാ. എപ്പോഴും കൂട്ടിലിരുന്ന് ഊഞ്ഞാലാടി രസിക്കാം. എനിക്ക് ഊഞ്ഞാലാടണം. കാറ്റ് വന്നു
ഹായ് ദേ, ആ വലയിൽ ഞാൻ ഊഞ്ഞാലാടാൻ പോകുകയാ. അയ്യോ അയ്യോ ആരാണ് പിടിച്ച് വലിക്കുന്നത്? അയ്യോ അമ്മേ, അയ്യോ. ഞാൻ റബ്ബർ ബാൻഡ് പോലെ നീണ്ടുപോയി. എല്ലാം മുടിഞ്ഞെന്ന് തോന്നുന്നു. എന്റെ നടു വേദനിക്കുന്നു. നിന്നോട് ആദ്യമേ പറഞ്ഞതല്ലേ, എന്ത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിച്ചും ബുദ്ധിയോടെയും ചെയ്യണമെന്ന്. ഇപ്പോൾ മനസ്സിലായില്ലേ? മനസ്സിലായേ. ബുദ്ധിമാനായ ആമക്കുട്ടന്റെ കഥ നീ കേട്ടിട്ടില്ലേ? ഇല്ലല്ലോ പാമ്പു ചേട്ടാ, ഒന്ന് വേഗം പറഞ്ഞാട്ടെ. അതെ വേഗം പറയൂ പാമ്പു ചേട്ടാ. എന്നാ കേട്ടോ. ഒരിക്കൽ ഒരു കാട്ടിൽ ബുദ്ധിമാനായ ഒരു ആമക്കുട്ടൻ ഉണ്ടായിരുന്നു. ഒരു ദിവസം കാട്ടിലൂടെ നടന്നു വരുമ്പോ ഒരു ചെന്നായ അവനെ പിടികൂടി. ഇത്രയും സമയം നടന്നത് വെറുതെ ആയില്ല, ഇവനെ ഇന്ന് പൊരിച്ചു തിന്നണം. പാവം ആമക്കുട്ടൻ ആദ്യം ഭയന്നെങ്കിലും അത് പുറമേ കാട്ടാതെ അവൻ ചെന്നായോട് പറഞ്ഞു, ചെന്നായി ചേട്ടാ, അങ്ങ് എന്നെ തിന്നുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങേപ്പോലെ ഇത്രയും കരുത്തനായ ഒരാൾക്ക് ആഹാരമാകുന്നത് എന്റെ ഭാഗ്യം തന്നെ. പക്ഷെ അവസാനമായി എനിക്കൊരാഗ്രഹമുണ്ട്. എന്താണ് നിന്റെ ആഗ്രഹം? പറഞ്ഞോളൂ. എന്നെ പുഴയെ മുക്കിക്കൊല്ലാൻ ദയവുണ്ടാകണം. മരിക്കുമ്പോൾ വെള്ളം കുടിച്ചു മരിക്കാമല്ലോ. പാവം, അവന്റെ അവസാനത്തെ ആഗ്രഹമല്ലേ, സാധിച്ചു കൊടുത്തേക്കാം. ശരി ശരി. ചാട്. അങ്ങനെ വേഗം ചത്തു പൊന്തിക്കോ, എനിക്ക് വിശന്നു തുടങ്ങി. നേരം കുറെ ആയല്ലോ ഇവൻ വെള്ളത്തിൽ മുങ്ങിയിട്ട്, ഇതുവരെ ചത്തില്ലേ? അയ്യോ. എടാ മണ്ടൻ ചെന്നായേ, വെറുതെ വെള്ളത്തിൽ നിന്ന് പനി പിടിക്കാതെ കയറിപ്പോയാട്ടെ. ഗുഡ് ബൈ. ആമക്കുട്ടൻ ശരിക്കും ബുദ്ധിമാൻ തന്നെ. ഞങ്ങളുടെ കൂടെ നടന്ന് നീയും ബുദ്ധിമാനായി തുടങ്ങി. കുട്ടിക്കഥകളും പാട്ടുകളും പൊട്ടിച്ചിരിയുടെ പൊടിപ്പൂരം. ഹായ് ദേ, ഈ മരത്തിലൂടെ നമുക്ക് തെന്നി കളിക്കാം. കൊള്ളാം, നിന്റെ ബുദ്ധി കൂടി തുടങ്ങി. ഇലയും പൂവും പുഴയും തിരയും പുഴനവളിഞ്ഞതു ഞാൻ കണ്ടു. മരവും തണലും മഞ്ഞും കുളിരും തിരകമണിഞ്ഞതു ഞാൻ കണ്ടു. തകതക പാടി വരുമ്പോൾ മഴതക വരവൊരു മഴവില്ല. മഴവില്ലായിരം ഒഴുകി വരുമ്പോൾ അതിലൊരു ചായം എനിക്കും താ. തകതക പാടി വരുമ്പോൾ മഴതക വരവൊരു മഴവില്ല. മഴവില്ലായിരം ഒഴുകി വരുമ്പോൾ അതിലൊരു ചായം എനിക്കും താ. അത് കണ്ടോ ആനക്കുട്ട, ഒരു മയിൽ നൃത്തം ചെയ്യുന്നത്? അതെന്റെ കൂട്ടുകാരനാ സ്വർണ്ണമയിൽ. മയിൽക്കുട്ട, നീ എന്തിനാ ഇങ്ങനെ നൃത്തം ചെയ്യുന്നത്? ആകാശത്ത് മഴക്കാറുകൾ നിരുന്നത് നിങ്ങൾ കണ്ടില്ലേ? മഴ വന്നാൽ ഞങ്ങൾ നൃത്തം ചെയ്യും.